ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ തോമസ് ഷോർസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇന്നലെ മാർക്കസ് മെർഗുലാവോ നൽകിയിരുന്നു. അതായത് മറ്റൊരു ISL ക്ലബിലേക്ക് തോമസ് പോവാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു മാർക്കസ് പറഞ്ഞിരുന്നത്. നമുക്കറിയാം, തോമസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക. ഈ കോൺട്രാക്ട് അദ്ദേഹം പുതുക്കിയിട്ടില്ല. മാത്രമല്ല, റിസർവ് ടീമിലേക്ക് പുതിയ ഒരു പരിശീലകന് വേണ്ടിയുള്ള അപേക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ഷണിച്ചു തുടങ്ങിയിരുന്നു. അതോടുകൂടി തോമസ് റിസർവ് ടീമിനോടൊപ്പം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി. മാത്രമല്ല, മുഖ്യ പരിശീലകന് വേണ്ടി ക്ലബ്ബ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് തോമസ് മറ്റൊരു ISL ക്ലബിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട് എന്ന് മാർക്കസ് മെർഗുലാവ് പറയുന്നത്. ഇനിയിപ്പോ തോമസ് ഒരു അസിസ്റ്റന്റ് പരിശീലകനാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം റിസർവ് ടീമിനോടൊപ്പം പരിശീലിപ്പിച്ച ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, അധികം വൈകാതെ തന്നെ യുവേഫയുടെ പ്രോ ലൈസൻസ് അദ്ദേഹത്തിന് ലഭിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യ പരിശീലക സ്ഥാനം വഹിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ISL ക്ലബിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് തോമസ് എത്താനുള്ള സാധ്യതകളാണ് മാർക്കസ് മെർഗുലാവോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഹൈദരാബാദ് FC പരിശീലകനായിക്കൊണ്ട് തോമസ് എത്തിയേക്കും എന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. പക്ഷെ അക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹൈദരാബാദിന് ഒരു മുഖ്യ പരിശീലകനെ ഇപ്പോൾ ആവശ്യമുണ്ട്. മലയാളി പരിശീലകനായ ഷമീൽ ചമ്പകത്താണ് ഇടക്കാല പരിശീലകനായിക്കൊണ്ട് ഇപ്പോൾ അവരെ നയിക്കുന്നത്. ഏതായാലും തോമസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിക്കൊണ്ട് ISL ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഡിമേ കൊണ്ടും കാണാം.